നടരാജ വിഗ്രഹം വീട്ടിൽ വെച്ചാൽ ഐശ്വര്യമുണ്ടാവുമെന്ന് വിശ്വസിപ്പിച്ച് കൊരട്ടിയിൽ ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. കാടുകുറ്റി സമ്പാളൂർ മാടപ്പള്ളി വീട്ടിൽ ഷിജോ, കറുകുറ്റി അന്നനാട് അനന്തഭവൻ വീട്ടിൽ ബാബു പരമേശ്വരൻ നായർ എന്നിവരെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കാടുകുറ്റി പാളയംപറമ്പ് സ്വദേശിയായ രജീഷിനെ വീട്ടിൽ പഞ്ചലോഹ നടരാജ വിഗ്രഹം വെച്ചാൽ ഐശ്വര്യമുണ്ടാവുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 5 ലക്ഷം രൂപ കൈപ്പറ്റി പഞ്ചലോഹ നടരാജ വിഗ്രഹം നൽകാതെ ദേവി വിഗ്രഹം നൽകി തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരനായ രജീഷും ഷിജോയും സുഹൃത്തുക്കളാണ്. ഈ സൗഹൃദത്തിലൂടെ പരാതിക്കാരന് പുരാവസ്തുക്കളോടുള്ള താല്പര്യമുള്ളതായി മനസ്സിലാക്കിയാണ് പഞ്ചലോഹ നടരാജ വിഗ്രഹം വീട്ടിൽ വെച്ചാൽ ഐശ്വര്യമുണ്ടാവുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. തുടർന്ന് ഫെബ്രുവരി 17-ന് പഞ്ചലോഹ വിഗ്രഹമാണെന്ന് വിശ്വസിപ്പിച്ച് ഇവർ ഒരു ദേവി വിഗ്രഹം പരാതിക്കാരന് നൽകുകയായിരുന്നു. നടരാജ വിഗ്രഹത്തിന് പകരം ദേവി വിഗ്രഹം ലഭിച്ച പരാതിക്കാരൻ അതിനെക്കുറിച്ച് ഇവരോട് ചോദിച്ചപ്പോൾ ഈ വിഗ്രഹം വീട്ടിൽ വെച്ചിട്ട് ഐശ്വര്യമുണ്ടായില്ലെങ്കിൽ കോട്ടയം പാലാ സ്വദേശിയായ ഒരാൾ ദേവി വിഗ്രഹം 15 കോടി രൂപയ്ക്ക് വാങ്ങുമെന്നും ഇവർ പരാതിക്കാരനോട് പറഞ്ഞിരുന്നു. പരാതിക്കാരൻ സംശയം തോന്നി ദേവി വിഗ്രഹം ജ്വല്ലറിയിൽ കൊണ്ടുപോയി പരിശോധിച്ചതിലാണ് വിഗ്രഹം പഞ്ചലോഹമല്ല എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. ഒളിവിൽ പോയ പ്രതികളെ തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് കാടുകുറ്റി അന്നനാട് എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃത രംഗൻ, സബ് ഇൻസ്പെക്ടർ റിജിമോൻ, ASI-മാരായ ഷീബ, നാഗേഷ്, സ്പെഷ്യൽ ബ്രാഞ്ച് ASI രഞ്ജിത്ത് VR, SCPO-മാരായ സജീഷ്, ഫൈസൽ, CPO മണിക്കുട്ടൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്.